ഹായ് ഫ്രണ്ട്സ്. പലവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തിന് വൈഫൈ? കാരണം എല്ലാവരുടെയും മൊബൈലിൽ നമുക്കറിയാം ഡേറ്റയുണ്ട്. നമ്മളെല്ലാവരും ഡേറ്റ ചാർജ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്. നമ്മളതിലൂടെ യൂട്യൂബും റീൽസൊക്കെ ആയാലും എന്തായാലും എല്ലാം കാണുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഒരു ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു വൈഫൈ കണക്റ്റീവ് എടുക്കുന്നത് എന്തിനാണ്? പലർക്കും ഉള്ള ഒരു സംശയമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത്. അതായത് നമ്മളുടെ മൊബൈലിൽ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു മൊബൈലിലായിരിക്കും കണക്ടിവിറ്റി കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ വരുമ്പോൾ പല ഇഷ്യൂസ് ഉണ്ടാവും. അതായത് നമ്മുടെ വീടിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് പുറത്ത് കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള സിഗ്നൽ സ്ട്രെങ്ത് പലപ്പോഴും ഒരു 90% വീടുകളിലും നമുക്ക് ആ ഒരു സിഗ്നൽ സ്ട്രെങ്ത് കുറയും മൊബൈലിൽ. അപ്പോൾ അകത്ത് വരുമ്പോൾ നോർമലി എന്ത് സംഭവിക്കും? ആ ഒരു കണക്ഷനിൽ ആ ഒരു സ്പീഡ് ഉണ്ടാവില്ല. അപ്പോൾ മൊബൈൽ ഡേറ്റ ആണെങ്കിൽ നമുക്ക് ആ ഡേറ്റയിലെ സ്പീഡ് ഇഷ്യൂസ് വരും. അതൊരു 90% ആൾക്കാർ അത് ഫേസ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഓരോ മൊബൈലിലും നമുക്ക് റീചാർജ് ചെയ്യേണ്ടി വരും. അതായത് 250 രൂപയുടെ കുറഞ്ഞ ഒരു അൺലിമിറ്റഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 250 രൂപയുടെ പ്ലാൻ തന്നെ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും മൊബൈൽ എത്ര പേർക്കുണ്ട് അവർക്കെല്ലാം 250 രൂപയ്ക്ക് റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പിന്നെ വരുന്നത് നമുക്ക് ആ ഒരു ഡേറ്റയിൽ സ്പീഡ് വേരിയേഷൻ ഉണ്ടാവും. പലപ്പോഴും നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നില്ല. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം വന്നു കഴിയുമ്പോൾ നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഇൻഡോർ ഇഷ്യൂ, ഇൻഡോറിൽ വരുമ്പോൾ അതായത് അകത്തോട്ട് വരുമ്പോൾ ഉള്ള സിഗ്നൽ ഇഷ്യൂ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ആ ഒരു വൈഫൈ എടുക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. വൈഫൈ എടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണം? നമുക്കൊരു ചാർജ് ചെയ്താൽ മതി. അതായത് ആ ഒരു മോഡത്തിന് ഒരു പാക്ക് എടുക്കുക, പാക്ക് റീചാർജ് ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ വൈഫൈ കണക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടി വി ഇപ്പോൾ നോർമലി സ്മാർട്ട് ടി വി എല്ലാവരുടെ അടുത്തും സ്മാർട്ട് ടി വി ഉള്ള സമയമാണ്. ഇപ്പോൾ സ്മാർട്ട് ടി വിയിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് മൊബൈലിലൊക്കെ ആണെങ്കിൽ ഹോട്ട്സ്പോട്ടൊക്കെ ഇടേണ്ടി വരും. ഹോട്ട്സ്പോട്ട് ഇടുന്നിടാതെ തന്നെ ഡയറക്റ്റ് തന്നെ നമുക്ക് നേരെ തന്നെ നമുക്ക് മോഡത്തിൻ്റെ വൈഫൈ ഉപയോഗിച്ച് ടി വിയിൽ കണക്ട് ചെയ്യാം, ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത്തരം ഡിവൈസുകൾ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ വൈഫൈ ക്യാമറകൾ വരുന്നുണ്ട്. വൈഫൈ ക്യാമറ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈഫൈ ക്യാമറയിലോട്ട് വൈഫൈ കൊടുക്കാം. അതിന് പുറമെ ഓട്ടോമേഷൻ ഡിവൈസസ്, ഒരുപാട് ഓട്ടോമേഷൻ ഡിവൈസസുകൾ വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അത് ഓട്ടോമേഷൻ ഡിവൈസുകൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു പ്രയോജനമാണ് നമ്മുടെ വൈഫൈ എടുക്കുകയാണെങ്കിലുള്ളൊരു പ്രയോജനം. പിന്നെ നമുക്ക് മൊബൈൽ റീചാർജ് എപ്പോഴും ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. മൊബൈലിൽ എന്തായാലും എപ്പോഴും റീചാർജ് ചെയ്യണം. കാരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇൻ്റർനെറ്റ് വേണമെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ കൂടുതൽ സമയം വീട്ടിലിരിക്കുമ്പോഴൊക്കെ കൂടുതലും നമുക്ക് പുറത്ത് പോകുമ്പോൾ നമ്മൾ ആ ഒരു വർക്കിംഗ് അവേഴ്സിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റയുടെ ആവശ്യം അത്രയധികം വരുന്നില്ല. പക്ഷേ വീട്ടിൽ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു പ്രൈമിൽ ഒരു വീഡിയോ കാണുകയാണെങ്കിലോ OTT ഒരു വീഡിയോ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ റീൽസ് കാണുമ്പോഴൊക്കെ വീട്ടിൽ വരുമ്പോഴാണ് കൂടുതൽ ആ ഒരു യൂസേജ് വരുന്നത്. അപ്പോൾ യൂസേജ് വരുമ്പോൾ നമുക്കറിയാം മൊബൈലിൽ ആ ഒരു യൂസേജ് ലിമിറ്റഡ് ആയിരിക്കും. ഇത്ര GB കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ക്യാപ്പിംഗ് വരും, അല്ലെങ്കിൽ നമ്മുടെ കണക്ഷൻ കട്ടാവും. പക്ഷേ അതുപോലെയല്ല, നമുക്ക് ഇൻ്റർനെറ്റ് പ്ലാനുകൾ, വൈഫൈ പ്ലാനുകൾ ഒട്ടുമിക്കതും നല്ല അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാനുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈഫൈ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇവന് ഇപ്പോഴത്തെ കാലത്ത് തീർച്ചയായിട്ടും ആ ഒരു ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, വൈഫൈ കണക്ടിവിറ്റി നിങ്ങളുടെ വീട്ടിൽ എടുക്കണം. കാരണം ഓഫീസല്ല, വീടാണെങ്കിൽ കൂടി എടുക്കണം. കാരണം ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു സ്പീഡും അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഡിവൈസുകളിലൊക്കെ കണക്ട് ചെയ്യാനും ഓട്ടോമേഷൻ ഉൾപ്പെടെയുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലത് ആ ഒരു വൈഫൈ കണക്ടിവിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബ്രോഡ്ബാൻഡ് മോഡത്തിൽ യാതൊരു കോൺവേഴ്സും ചെയ്യരുത്. കണക്ഷൻ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നെറ്റ്വർക്കും അവൈലബിൾ ആവണമെന്നില്ല. ഇപ്പോൾ കേരള വിഷൻ ഉണ്ട്, ഏഷ്യനെറ്റ് ഉണ്ട്, BSNL ഉണ്ട്, എയർടെൽ ഉണ്ട്, റെയിൽനെറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ആ ഒരു ലൊക്കേഷനിൽ ഏതാണോ അവൈലബിൾ അത് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. വൈഫൈ കണക്ടിവിറ്റി തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്.